بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലു സാലിഹാത്തായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ റമദാനല്ല വിട പറയുന്നത്. റമദാൻ എല്ലാ വർഷവും വരാൻ സാധ്യതയില്ലാത്ത ആളുകൾ നമ്മളാണ്. നമ്മൾ വരാതിരിക്കാം. പക്ഷെ റമദാൻ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് റമദാനിനോട് നമ്മൾ യാത്ര പറയാണ് ചെയ്യുന്നത്. റമദാൻ നമ്മോട് യാത്ര പറയുകയല്ല. അപ്പം ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ അവലോകനം ചെയ്യാൻ, ആത്മപരിശോധന നടത്താൻ ഒരു ഗോള് വേണം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഖുർആൻ നിർണയിച്ചിട്ടുണ്ട്. അവിടേക്ക് എത്തിയോ എന്നതാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യം. നമ്മൾ കുറേ ഇബാദത്തുകൾ ചെയ്തോ അമലുകൾ ചെയ്തതോ കൊണ്ട് കാര്യമില്ല. നമ്മൾ ഖുർആൻ പറഞ്ഞ ആ പദവിയിലേക്ക് എത്തിയോ എന്നത് പരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. ഖുർആനിൽ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂനസ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. 5 കാര്യങ്ങളുള്ള ആളുകളാണ് വിശ്വാസികൾ. എന്നിട്ട് പറയാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ. യഥാർത്ഥ വിശ്വാസികൾ അവരാണ്. യഥാർത്ഥ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ എന്ന് പറയുന്ന പദവിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അവിടേക്ക് എത്താൻ എന്തെങ്കിലും പോരായ്മകളോ തടസ്സങ്ങളോ ദൗർബല്യങ്ങളോ നമുക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ചില ദിവസങ്ങൾ കൂടി, സമയങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പം റമദാനിൽ നമ്മൾ എത്തേണ്ട പദവി, ഇത് ബദരീങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ബദരീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴാണ് ഈ 5 ഗുണങ്ങളുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ ബദറിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നത്, അവർ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ്. അപ്പം ജിബ്രീൽ അലൈഹി സ്വലാം അതിന് മറുപടി പറയുന്നത്, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്ത മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളും മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളും ഒന്നിച്ച് നടത്തിയൊരു പോരാട്ടമാണ് ബദർ എന്ന് പറയും. അപ്പം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആളുകളുടെ ഗുണമാണ് ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതിലൊന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, അല്ലാഹു എന്ന് കേട്ടാൽ അവരുടെ ഹൃദയം പ്രകമ്പിതമാകും. അല്ലാഹ് എന്ന് പറയുമ്പോൾ നെട്ടുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മളെ ഇടപാടുകളിൽ, നിലപാടുകളിൽ, കാഴ്ചപ്പാടുകളിൽ പടച്ച റബ്ബ് ആ കാര്യങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ വന്നാൽ പിന്നെ നമ്മൾ പടച്ചവനോട് ചായുന്നതിനെ കുറിച്ചാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് പറയും. ഇപ്പോൾ ബാപ്പ മരിച്ചു സ്വത്ത് ഓഹരി വെക്കണ സമയം വന്നാൽ സ്വത്ത് ഓഹരി വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതായി തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ സൂക്ഷ്മ വശങ്ങൾ വരെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
മനുഷ്യൻ തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഖുർആൻ വിശദീകരിച്ച് പറയാം. നിസ്കാരത്തിന് എത്ര റക്അത്ത് എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം അതിലും തെറ്റിയിട്ട് തമ്മിൽ തല്ലൂല്ലല്ലോ. തമ്മിൽ തല്ലാൻ സാധ്യതയുള്ള കാര്യമാണ് സ്വത്ത് ഓഹരി വെക്കണ സാധനം. അതിനാണ് ഒരു 5-6 പേജാണ് നീക്കിവെച്ച്. പിന്നെ സാധ്യതയുള്ള മനുഷ്യന് കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനാണ് ഒരു പേജുള്ള ആയത്തന്നെ ഉണ്ടാക്കി. കാരണം നമ്മുടെ പ്രൊഡ്യൂസർക്ക് അറിയാം എവിടെയാണിത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉള്ളതെന്ന് അറിയാം. അതുകൊണ്ട് അതിനെ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ വാപ്പാക്കത്ര, ഉമ്മാക്കത്ര, സഹോദരനത്ര, മക്കൾക്കത്ര, ആണത്ര, പെണ്ണത്ര എന്നൊക്കെ വളരെ കൃത്യമാണ്, നെസ്സാണ്. നമുക്ക് ഗവേഷണം നടത്താൻ അർഹതയില്ലാത്ത സ്ഥലമാണ് അനന്തരാവകാശം എന്ന് പറയുന്നത്. കാരണം അത്രയും വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അനന്തരാവകാശം ഓഹരി വെക്കുന്നതിൽ സഹോദരന്മാർ തമ്മിൽ തർക്കമുണ്ടായാൽ അവിടെ എന്ത് ചെയ്യണം? ഒരാൾ വന്നിട്ട് പറഞ്ഞു, പടച്ചോ എങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അല്ലാഹു എന്ന് കേട്ടാൽ പിന്നെ തർക്കം എന്ത് ചെയ്തു? അവസാനിപ്പിക്കുക. ഇതിനാണ് വജിലത്തു ഖുലൂബുഹും എന്ന് പറയും. കച്ചവടക്കാരൻ നമ്മൾ ലക്കും ലഗാനും ഇല്ലാതെ ഇപ്പൊക്കെ പൂഴ്ത്തിവെപ്പിന്റെ സീസണിലേക്ക് പോകാൻ പോകണം. വില കൂടും, വിലവർധനവ് വരും, അവശ്യ സാധനങ്ങളൊക്കെ. അങ്ങനെ പൂഴ്ത്തി വെക്കുന്ന ഒരാൾ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ ഹലാലും ഹറാമും നോക്കാതെ ഒരാൾ വെക്കുമ്പോൾ ഒരാൾ പറയണം ഇത് ചെയ്യണത് ശരിയല്ല, ഇത് ഹറാമാണ്. ആരാണത് പറഞ്ഞത്? അല്ലാഹു എന്ന് പറയുമ്പോൾ പിന്നെ ഹറാമിന്റെ ഇടപാട് അയാൾ നടത്താൻ പാടില്ല. ഇതിനാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് പറയാം. പിന്നെ അയാളെ കൽബിൽ അല്ലാഹുള്ളൂ. അപ്പൊ അല്ലാഹുവിലേക്ക് ഒരാൾ ചായ, ഈ ചായുന്നതിനാണ് ആത്യന്തികമായി വജിലത്ത് ഖുലൂബുഹും എന്ന് പറയും. അപ്പൊ ഹൃദയം പ്രകമ്പിതമാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പടച്ചോനെ എന്നോർത്തിട്ട് അയാൾ തിന്മയിൽ നിന്ന് മാറുക എന്നതാണ് ഒന്നാമത്തെ ബദരീങ്ങളുടെ ഗുണം എന്ന് പറയുന്നത്. സത്യവിശ്വാസികൾ എന്ന ഈ ഗുണം നമുക്കില്ലേ? നമ്മൾ വിശ്വാസികളായിട്ടില്ല. ബേജാറാവേണ്ട, നന്നാവുള്ള സമയമാണ്. ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയാവും. അപ്പൊ നമ്മൾ ഏത് കാര്യങ്ങളും, അതിർത്തി തർക്കണ്ടാവും, സ്വത്ത് തർക്കണ്ടാവും, ഏത് കാര്യങ്ങളിലും പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള മാനദണ്ഡത്തെ നമ്മൾ ഒരാൾ ഓർമ്മപ്പെടുത്തിയാൽ, ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയാണ്, ഒരു മധ്യസ്ഥനായ ആൾ വന്നിട്ട് പറയാൻ നിങ്ങളിങ്ങനെ തർക്കിക്കരുത്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, അതിൽ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? തർക്കിക്കരുത് എന്ന് മാത്രമല്ല അതിൽ അസംതൃപ്തി പോലും ഉണ്ടാവാൻ പാടില്ല. അസംതൃപ്തി പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹു എന്നതിന് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് നിലപാടുകൾ അള്ളാഹുവിനോട് സ്വീകരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതില്ലാത്ത ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000 പ്രാവശ്യം ചൊല്ലിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അള്ളാഹു തൻ്റെ ജീവിതത്തിൽ വിധി തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ള ആളാണ്. അള്ളാഹുവിൻ്റെ വിധി ഞാൻ സർവാത്മന അംഗീകരിക്കുന്നു. അങ്ങനെ അള്ളാഹ് എന്ന് കേട്ടാൽ സകല ഇടപാടുകളും ഒരാൾ എന്ത് ചെയ്യാം? അള്ളാഹുവിന് അനുസൃതമാക്കുക, നിർത്തിവെക്കല്ല, അള്ളാഹുവിന് അനുസൃതമാക്കി മാറ്റുക. ഇതിനാണ് ദുഃഖിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും എന്ന് പറയും. അപ്പൊ അള്ളാഹു രണ്ടാമത്തത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. രണ്ടാമത്തെ വിശ്വാസികൾ. അപ്പൊ ഇതില് നമ്മൾ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കൈവച്ചോളൂ, ഞാനടക്കം കൈവെക്കുക. ഇതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറവ് തന്നെയാണ്, മുഅ്മിനായിട്ടില്ല. പടച്ച റബ്ബ് ഒരിക്കലും മുഅ്മിനല്ലാത്ത ഒരാളെ സഹായിക്കൂല. മുസ്ലിങ്ങളെ സഹായിക്കുന്ന ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഒരു മുസ്ലിം രാജ്യവും വേറെ രാജ്യം തമ്മിൽ സംഘർഷം ഉണ്ടായാൽ മുസ്ലിങ്ങളെ സഹായിക്കണം എന്നുള്ള ബാധ്യത ആർക്കില്ല? അല്ലാഹുവിനില്ല. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് അള്ളാഹ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ മുഅ്മിൻ ആരാണെന്നാണ് ഈ പറയുന്നത്? മുഅ്മിന് മാത്രമേ സഹായിക്കുള്ളൂ. പേരുണ്ടൊന്ന് സഹായിക്കണമെങ്കിൽ അള്ളാഹിന്റെ സഹായത്തിന് അർഹത ഉണ്ടെങ്കിൽ, അർഹതപ്പെടണമെങ്കിൽ അയാൾ വിശ്വാസിയാവണം. വിശ്വാസിയാകാൻ പറ്റിയോ പറ്റിയില്ല എന്നുള്ള ഒരു ആത്മപരിശോധനയുടെ സമയമാണ് അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ. അപ്പൊ പിരിഞ്ഞു പോണതിന് മുമ്പ് ഇതാണ് ആലോചിക്കേണ്ടത്. അല്ല ഞാൻ എത്ര ഖുർആൻ ഓതി എന്നല്ല, ഖുർആൻ എൻ്റെ അത്ര ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നോക്കണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. സാദത്തുഹും ഈമാൻ. അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു ഡോസാണ്. ഖുർആൻ ഓതി ഒരാൾ കരഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ എന്ന് പറയുന്ന പദവിയിലില്ല. ഇല്ല.
അയാൾ മുസ്ലിമാണ്, പക്ഷെ മുഅ്മിനൂൻ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിയ ആളുകളൊക്കെ ഖുർആൻ ഓതി എന്ത് ചെയ്യും? കരയും. സഹാബികൾ എല്ലാവരും കരഞ്ഞിട്ടുണ്ട്, താബിഈകളും താബിഈകളും കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞെന്തുകൊണ്ടാ ചോദിച്ചാൽ അവർക്ക് ഇതിന്റെ ഗൗരവം അവർ സ്വാംശീകരിക്കുന്നത് കൊണ്ടാണ്, ഇത് മനസ്സിലാവുന്നത് കൊണ്ടാണ്. തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അവരെ ഈമാൻ വർദ്ധിക്കാൻ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന. മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് അല്ലാഹു നിശ്ചയിച്ച ഒരു ഇമാമുണ്ട്. ആ ഇമാമിന്റെ പേരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഖുർആൻ ഓതി തുടങ്ങിയ കാര്യം അവസാനത്തുമ്പോഴൊന്നുമില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസുഖം ബാധിച്ച് കിടപ്പിലായ സന്ദർഭത്തിൽ മസ്ജിദുൻ നബവിയിൽ ഇമാം നിൽക്കാൻ അബൂബക്കറിനെ വിളിച്ചു കൊണ്ടുവരൂ ബിലാലെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ ഏർപ്പെടുത്തി. അപ്പോൾ ബിലാൽ പോയപ്പോൾ മകളും നബിയുടെ പത്നിയുമായ സിദ്ദീഖിന്റെ മകളുമായ ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പാനങ്ങൾ ഇമാമ് നിർത്തരുത്. കാരണം എന്താണ്? ചെറിയ സൂറത്ത് പോലും കരയാതെ അദ്ദേഹം പൂർത്തീകരിക്കില്ല. അങ്ങനെ ഇമാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ച് ഇമാം നിന്നു. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഈ സൂറത്തിൽ ഈ 3 വചനങ്ങളല്ലാതെ ഞങ്ങളൊന്നും കേട്ടില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ കരച്ചിലല്ലാതെ. അപ്പൊ ഇതാണ് യഥാർത്ഥ മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാം ഉരുകി ഒലിക്കുക എന്നുള്ളത് ഖുർആന്റെ മുന്നിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവന്റെ കുനിഷ്ട്, കുശുമ്പ്, അസൂയ, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ ഇങ്ങനെ ഉരുകുമ്പോഴാണ് കരയുക മനുഷ്യൻ. അതുണ്ടെങ്കിൽ ഒരാൾ കരച്ചിൽ വരില്ല. കിബറുള്ളൊരു മനുഷ്യൻ കരയില്ല. ഹസദുള്ള ഒരു മനുഷ്യന് കരച്ചിൽ വരില്ല. കാരണം അയാളുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള പകയാണ്, ദേഷ്യമാണ്, വെറുപ്പാണ്. അയാൾക്ക് എപ്പോഴും അതിങ്ങനെ കത്തും. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉരുകി ഒലിച്ചു പോകണം. അത് സഹാബത്ത് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിന്ന ഇരിപ്പിൽ എഴുന്നേൽക്കുന്ന ഉറപ്പില്ലാത്ത മനുഷ്യനാണ് നമുക്ക് എന്ത് കിബറിനുള്ള അർഹതയാണുള്ളത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ റമദാനിൽ ഇതേപോലെ എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിൽ ഫസ്റ്റ് സഫിലൊക്കെ വന്ന ആളുകൾ പലരും മാറടി മണ്ണിന്റെ ചുവട്ടിലാണ്. കാരണം ആയുസിന്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത മനുഷ്യനാണ് നമ്മൾ. പക്ഷെ അഹങ്കാരത്തിനൊരു കുറവില്ല. നമ്മൾ നടക്കുന്നത് കണ്ടാൽ പടച്ചോനെ നമ്മൾ സൃഷ്ടിച്ചതാണോ എന്ന് നമുക്ക് തോന്നും. അപ്പൊ കിബിറിന്റെ അംശമുള്ള ആളുകൾക്ക് ഒരിക്കലും സാദത്തുഹും ഈമാന എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. സഹാബികളെല്ലാവരും അശ്റത്തുൽ മുബശ്ശിരീൻ 10 സ്വർഗത്തിന്റെ സുവാർത്ത അറിയിക്കപ്പെട്ട സഹാബികൾ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകത എന്താണ്? സ്വർഗത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ബേജാറുള്ള ആളുകൾ ആരായിരുന്നു? ഈ 10 ആളുകളായിരുന്നു. ഖുർആനിലുള്ള ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മർഹൂം ഷഹീദ് ഇസ്മായിൽ ഹനിയ ഹാഫിളാണ് അദ്ദേഹം. തറാവീഹിനൊക്കെ ഖത്തറിലെ അധിക പള്ളിയിലും പ്രത്യേകിച്ച് അദ്ദേഹം താമസിക്കുന്ന തൊട്ടടുത്ത പള്ളിയിൽ ഇമാമ് നിൽക്കാറുള്ളത് ആരാണ്? അദ്ദേഹം വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യും. അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വസീം, അദ്ദേഹവും ഹാഫിളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഈ ഹാഫിളായ ഒരു അംഗരക്ഷകനെ വെച്ചിട്ടുള്ളത്? ഞാനടക്കം ഖുർആൻ ഓതുന്ന ആളാണ്. അപ്പൊ തെറ്റേ അല്ലെങ്കിൽ എന്തെങ്കിലും മാറിപ്പോവുകയോ ചെയ്താൽ ഓർമ്മപ്പെടുത്താൻ ഒരു ഹാഫിള് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഹാഫിളിനെ യഥാർത്ഥത്തിൽ അദ്ദേഹം അംഗരക്ഷകനായി വെച്ച് ഇറാൻ ഗവൺമെന്റിന്റെ അതിഥിയായി ടെഹ്റാനിൽ അദ്ദേഹം എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വസീമും സഹപ്രവർത്തകരൊക്കെ ഹോട്ടലിന്റെ മുറിക്ക് പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സഹപ്രവർത്തകർ വസീമിനോട് പറയുന്നുണ്ട്, വസീമെ, നീ ഗസയിലായിരുന്നെങ്കിൽ എന്നോ രക്തസാക്ഷിയായേനെ. അപ്പൊ വസീം പറഞ്ഞു, എനിക്ക് രക്തസാക്ഷിയാവാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോകുന്നത് ഇസ്മായിൽ ഹനിയുടെ റൂമിലേക്കാണ്. റൂമിൽ അദ്ദേഹം ഒരു ഖുർആൻ പാരായണം ചെയ്യണം. വസീം തന്റെ കയ്യിലുള്ള ഖുർആൻ എടുത്ത് ഓതുന്നുണ്ട്. ഹനിയ കാണാതെയും ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ സമയത്താണ് മിസൈൽ വന്ന് റൂമിൽ പതിക്കുന്നത്. രണ്ടാളും ചിന്നിച്ചിതറി, ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളും ഇങ്ങനെ ചിതറിത്തെറിച്ചു. ആ പാർട്ടുകളിൽ ഒരു കയ്യ് ഖുർആൻ പിടിച്ച കൈയായിരുന്നു ഹാഫിൾ വസീമിന്റെ കൈയാണ്. ഒരു മുസാഫിന്റെ കോപ്പിന്റെ ഒരു കൈ ഇങ്ങനെ തെറിച്ചു കിടക്കുന്നു. അപ്പൊ ഈ ഇത്രമേൽ ഖുർആനിനെ സ്നേഹിച്ച ആളുകളാണ് അവർ.
ഖുർആനെ സ്നേഹിച്ച വസാദത്തുഹും ഈമാൻ, വസാദത്തുഹും ഈമാൻ. നമ്മളിപ്പോൾ ഇന്നലെ ഇന്നും മിന്യാനും കൊല്ലങ്ങളായി ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? നമുക്ക് തന്നെ തോന്നാറുണ്ട് എന്താ പടച്ചോനെ ഇവരെ രക്ഷിക്കാത്തത് എന്ന് തോന്നാറുണ്ട്. അത്ര അധികം നമ്മൾ പ്രാർത്ഥിച്ചിട്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ 15 മണിക്കൂർ കൊണ്ട് പിടിച്ചുകൊടുന്ന രാജ്യമാണ് അമേരിക്ക. അത്രയും പവർഫുള്ളായ ഒരു രാജ്യം, ആയുധ ശക്തി കൊണ്ട് ലോകത്ത് മുന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം, ഇങ്ങനെ തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കാൻ മില്യൺ കണക്കിന് ഡോളറുകൾ ദിനേന യുദ്ധത്തിന് ചെലവഴിച്ചിട്ടും അവിടുത്തെ പോരാളികളുടെ നേതാക്കന്മാർ എഴുതി വെച്ചതിൻ്റെ താഴെ ഒപ്പിടാനല്ലാതെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇല്ല. ആ പോരാട്ട വീര്യത്തെ ഇല്ലാതെയാക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥന പഠിച്ചോ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളം അതാണ്. ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, നിന്ന നിൽപ്പിൽ ലോകത്തെ രാജ്യങ്ങളെ ഞെട്ടിപ്പറപ്പിക്കാൻ ശേഷിയുള്ള ആയുധ ശക്തിയുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ആയുധവും സമ്പത്തും ആൾബലവും ഇല്ലാത്ത ജനത മുട്ടുമടക്കാതെ നിന്നു എന്ന് പറയുന്നതാണ് അവരുടെ വിജയം. ആ വിജയത്തിന് അവനെ പ്രചോദനമാക്കിയത് പരിശുദ്ധ ഖുർആനാണ്, പ്രചോദിപ്പിച്ചത് ഖുർആനാണ്. കാരണം എല്ലാ ആളുകളും ഖുർആൻ ഹാഫിദീങ്ങളാണ്. ഇസ്മായിൽ ഹനിയ, ഖാലിൽ മുസൽ, ഖലീൽ അബു ഹയ്യ, മരണപ്പെട്ട അബൂ ഉബൈദ എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂ ഹുദൈഫ, ഇവരൊക്കെ ഹാഫിദീങ്ങളാണ്. ഹാഫിദീങ്ങൾ 70% മനുഷ്യരും ഭാഗികമായോ മുഴുവനായോ ഹിഫ്ള് ചെയ്ത പ്രദേശമാണ് ഗസ എന്ന് പറയും. ഗസയുടെ പ്രത്യേകത ഇതാണ്. അതുകൊണ്ട് അവരുടെ ഈ ചെറുത്തുനിൽപ്പിന്റെ വീര്യം, അതിന്റെ സ്പിരിറ്റ് എന്താണ് എന്ന് പടിഞ്ഞാറ് ആലോചിച്ച് നോക്കി. ആയുധം ഏതായാലും ഇല്ല, പിന്നെ അതാണ് അത് ഖുർആനാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഖുർആൻ ബുക്ക് ക്ലബ്ബുകൾ ഉണ്ടാക്കി, ഓൺലൈൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഖുർആൻ പഠിക്കാൻ. അങ്ങനെ 2 കൊല്ലം കൊണ്ട് ഖുർആൻ പഠിച്ചത് 30 മില്യൺ മനുഷ്യരാണ്, 3 കോടി മനുഷ്യരാണ്. ഗസ കാരണം ലോകത്ത് ഖുർആൻ പഠിച്ചത് 3 കോടിയാണ്. 3 കോടി മനുഷ്യന്മാർക്ക് ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ അത്ര ചിലവുണ്ട്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കും, ഒരു ഖുർആനിലൊരു സമ്മേളനം, ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് നടത്തണമെങ്കിൽ തന്നെ എത്ര ചിലവുണ്ട്. 2 വർഷം കൊണ്ട് ഒരു ചിലവില്ലാതെ ഒരു മനുഷ്യരുടെ പോരാട്ട വീര്യം എന്ന് പറയുന്ന അസ്തിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി ലോകം ശ്രമിച്ചു. കുറെ ആളുകൾ മുസ്ലിങ്ങളായി. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ്. ആദർശ പോരാട്ടത്തിൽ മനുഷ്യ സമൂഹത്തെ തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് ഖുർആനിനുണ്ട്. ഒരു വിശ്വാസി ഖുർആനിനോട് എപ്പോഴും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്നെ രക്തസാക്ഷിയാക്കണം, മദീനയിൽ വെച്ച് മരിപ്പിക്കണം, ഖുർആനുമായി സഹവസിക്കുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അതിലൊരു പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ അതേപോലെ. അദ്ദേഹം മുസ്ഹഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ തലക്ക് വെട്ടേറ്റ് ഇങ്ങനെ തല ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയത് മുസ്ഹഫിലേക്കാണ്. രക്തം ചിതറി തെറിച്ചു. രക്തസാക്ഷിയായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട മുസ്ഹഫ് ഒന്നും ലോകത്തുനിന്ന്. സോവിയറ്റ് യൂണിയൻ ബോൾഷെവിക് റവല്യൂഷൻ നടന്നപ്പോൾ സഖാവ് ലെനിൻ പറഞ്ഞു മുസ്ലിങ്ങളോട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ അണിചേരൂ, നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്ന ഏറ്റവും വലിയ ഓഫർ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള മുസ്ഹഫിന്റെ കോപ്പി നിങ്ങളെ ഏൽപ്പിക്കും. അങ്ങനെ തുർക്കുമാനിസ്ഥാൻ നമ്മൾ പിടിച്ചടക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഓഫർ ഏതാണ്? ഈ ഖുർആന്റെ കോപ്പിയാണ്. തുർക്കുമാനിസ്ഥാനിലാണ് ഇതുണ്ടായത്. ബോൾഷെവിക് റവല്യൂഷൻ റഷ്യയിൽ വിജയിച്ചു. അപ്പോൾ ഖുർആന്റെ കോപ്പിക്ക് വേണ്ടി ചെന്ന ആളുകളോട് പറഞ്ഞു അത് തരില്ല എന്ന് മാത്രമല്ല, സൈന്യത്തോട് ലെനിൻ പറഞ്ഞു കത്തിച്ചു കളയും. അപ്പോൾ കൂടെ കൂടിയ ആളുകളോട് എല്ലാ കാലത്തും ഇങ്ങനെയാണ് അവർ സമീപനം സ്വീകരിക്കുക. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ജനറൽ അലി അക്ബർ പാഷ എന്ന് പറഞ്ഞ തുർക്കുമാനിസ്ഥാന്റെ കമാൻഡർ, അദ്ദേഹം ഒറ്റക്ക് ട്രെയിൻ എടുത്ത് ഓടിച്ചിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ കൊണ്ടുപോയി ഇത് സൂക്ഷിച്ചു വെക്കുകയാണ്. തഷ്കൻഡിൽ. ഞാനിത് പറയുമ്പോൾ 2 സ്ഥലത്ത് ഇതുണ്ട്. ഒറിജിൻ തഷ്കൻഡിലുണ്ട്, അതിൻ്റെ കോപ്പി ഇസ്താംബൂളിലുണ്ട്. ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള അത് ഗവേഷണം ചെയ്ത് അദ്ദേഹം അന്വേഷിച്ചു നോക്കി. ഖുർആന്റെ കോപ്പി ഇങ്ങനെ ഉണ്ട് എന്നുള്ള മുസ്ലിങ്ങൾക്ക് അറിയില്ല, പല ആളുകൾക്കും അറിയില്ല. അദ്ദേഹം അന്വേഷിച്ചു പോയി. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുസ്ഹഫും അവിടെയുള്ള മുസ്ഹഫും എടുത്ത് അദ്ദേഹം ദീർഘനേരം പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണം, എൻ്റെ കയ്യിലുള്ള മുസ്ഹഫും ഈ ഖുർആനിന്റെ കോപ്പിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല.
ആകെ ഒരു വ്യത്യാസം എന്ന് പറയാൻ പറ്റുന്ന ഞാൻ കണ്ടത് സൂറത്തുൽ ബഖറയിലെ 134 മുതൽ 137 വരെയുള്ള ആയത്തുകളിൽ രക്തത്തിന്റെ കറയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സൂക്തങ്ങളായിരുന്നു പാരായണം ചെയ്ത് ആ സ്ഥലത്തേക്കാണ് രക്തം തെറിച്ചു വീണ. ആ രക്തസാക്ഷിത്വത്തിന്റെ പകർപ്പായി ഇന്നും ലോകത്ത് ഖുർആനുണ്ട്. അപ്പൊ ഖുർആനിലൊരു മാറ്റത്തിരുത്തലില്ല എന്നുള്ള വിശ്വാസകാര്യം മാത്രമല്ല, ചരിത്രപരമായ സത്യമാണ്. ഞാനിങ്ങളും പറയുന്ന ഒരു ബടായിയല്ല, ലോകത്ത് എല്ലാവർക്കും അത് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു സംരക്ഷിച്ചു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു അത് സംരക്ഷിക്കും. സംരക്ഷിക്കൽ എങ്ങനെയാണ്? ഇസ്മായിൽ ഹനിയമാര് വഴി, ഹാഫിദ് വസീം വഴി ഹൃദയങ്ങളിലൂടെയാണ് സംരക്ഷിക്കുക. എഴുത്തേതും പ്രിന്റ് ചെയ്തതും കോപ്പി ചെയ്തതൊക്കെ പോകുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഇത് സംരക്ഷിക്കുക. ഹാഫിളീങ്ങൾ വഴിയാണ് ഖുർആനെ സംരക്ഷിക്കുക. അതുകൊണ്ട് ഈ ഹാഫിളീങ്ങളാവുക എന്ന് പറയുന്നത് ഗസ്സക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയാണ്. ഇപ്പൊ ഇന്നലെ മസ്ജിദുൽ അക്സയിലേക്ക് പ്രവേശനം വിലക്കി. ചരിത്രത്തിൽ ആദ്യമായിട്ട് തറാവീഹും ജുമഅ ഇല്ലാതെ മസ്ജിദുൽ അക്സ ഒരു നോമ്പ് പിന്നിട്ടാൻ പോവാണ്. ഇസ്രായേലിന്റെ അധീനതയിലാവുമ്പോഴും തറാവീഹിനും നോമ്പിനൊക്കെ ആര് തുറന്നു കൊടുക്കാറുണ്ട്? 1-2 വെടിയൊക്കെ വെച്ചാലും യഥാർത്ഥത്തിൽ പള്ളി അവർ തുറന്നു കൊടുക്കും. ഇത് ഇന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ 3ാമത്തെ ഹറമിൽ സുജൂദ് ചെയ്യാനുള്ള പെർമിഷൻ ഈ റമദാനിൽ ഇല്ല. അത് നമ്മുടെ ഒരു പോരായ്മയാണ്, വിശ്വാസത്തിലുള്ള കുറവാണ്. മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ ദൗർബല്യമാണ് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് ജൂതന്റെ കയ്യിൽ വന്ന് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വിലക്കിയത് എന്താണ്? പ്രതിഷേധിച്ച് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ ഒരു വനിത തയ്യാറായി. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? പള്ളിയിൽ തന്നെ വരാൻ പറ്റില്ല. അതല്ല, പള്ളിയുടെ 44 ഏക്കറുള്ള സ്ഥലമാണ് മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞാൽ. അതാണ് ഹറം ഷരീഫ് എന്ന് പറയും. അവിടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? അവർ അതിന്റെ ഏറ്റവും അടുത്ത ഉയരമുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നു. ആ കയറി നിന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എല്ലാ റമദാനിലും തന്റെ ശിഷ്യന്മാരെ, മഹഫിളയാണ് അവർ, ഹിഫ്ള് പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അവരെന്ത് ചെയ്തു? ഈ ഖുർആൻ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ മൊബൈൽ ഓതാൻ പറഞ്ഞു. മൊബൈൽ ഇങ്ങനെ ഓണാക്കിയിട്ട് അവരിങ്ങനെ പരിശോധിക്കുന്നൊരു മൊബൈൽ ഇജാസത്ത് കൊടുത്തു. ഓക്കെ, ശരിയാണ്, ബിരുദം തന്നു, പൂർത്തീകരിച്ചു. ഒറ്റയ്ക്ക് ഈ പരിപാടി മസ്ജിദുൽ അക്സയുടെ. കാരണം ഈ ജനതയെ ലോകത്ത് തോൽപ്പിക്കാൻ റൊണാൾഡ് ട്രംപിനോ ബെഞ്ചമിൻ നെതന്യാഹുവിനോ കഴിയില്ല. നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഖത്തറിൽ ഹമാസിന്റെ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് മൊബൈൽ ചേസ് ചെയ്തിട്ട് ഇസ്രായേൽ പറയുകയാണ്, ഡ്രോൺ. ചർച്ചയ്ക്ക് ലോകത്തെ രാജ്യം ഈ തമ്മാടിത്തരം ചെയ്യില്ല. ചർച്ചയ്ക്ക് വിളിച്ച മനുഷ്യന്മാരെ കൊല്ലുകയാണ്. ഖാലിദ് മുസ്സലും ഖലീൽ അബു ഹയ്യയെ ടാർഗറ്റ് ചെയ്തിട്ട് വരികയാണ്. അപ്പൊ തുർക്കി ഇന്റലിജൻസിന് വിവരം കിട്ടി. തുർക്കി ഇന്റലിജൻസ് ഖത്തറിനെ അറിയിച്ചു, ഇങ്ങനെ വരുന്നുണ്ട്, അവരോട് രക്ഷപ്പെടാൻ പറയും. 8 മിനിറ്റ് മുമ്പാണ് ഖത്തർ ഇന്റലിജൻസിന് ഈ വിവരം കിട്ടുന്നത്. ഖത്തർ ഇന്റലിജൻസ് പറഞ്ഞു, ഫോൺ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, രക്ഷപ്പെടാം. ആ ഖലീൽ അബുഹയും ഖാലിദ് മുസ്സലും രക്ഷപ്പെട്ടു. ചില ആളുകൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. ഡ്രോൺ വന്ന് പതിച്ചു. 3-4 ആളുകൾ രക്തസാക്ഷിയായി. അതിലൊരാൾ ഖലീൽ അബു ഹയ്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകനാണ്. മകൻ മരിച്ചപ്പോൾ ആളുകൾ വന്ന് ചോദിച്ചു, നിങ്ങൾ ഈ മകൻ മരിച്ചതിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? അപ്പൊ ഖലീൽ അബു ഹയ്യ പറയാണ്, ബാപ്പ, മകന്, മാതാവ്, പിതാവ് ഇതൊന്നും ഇതിലില്ല. ഇത് മശ്റൂ ഷഹാദയാണ്, രക്തസാക്ഷിത്വത്തിന്റെ ഒരു പ്രൊജക്റ്റാണ്. അതിലെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഖുദ്സ് മോചിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ കയ്യിലുള്ള സ്വന്തം ശരീരം മാത്രമാണ്. അത് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ടേ ഈ പ്രൊജക്റ്റ് വിജയിക്കുള്ളൂ. ഒരു പ്രൊജക്റ്റ് വിജയിക്കണം, ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? എൻ്റെ ശരീരമാണ്. അതിൽ മകനില്ല, വാപ്പല്ല, മക്കളില്ല. ശരീരം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നേടുന്ന പോരാട്ടമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ അവരെ പര്യാപ്തമാക്കുന്ന, ഒരു പ്രചോദിപ്പിക്കുന്ന കേന്ദ്രം വിശുദ്ധ ഖുർആനാണ്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. 1400 കൊല്ലം മുമ്പുള്ള ചരിത്രം എന്നല്ല, ഇപ്പം സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ലോകത്ത് ഈ ജനതയുടെ ആത്മവീര്യം, ധാർമ്മികമായ ശക്തി, ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ അഭ്യൂഹങ്ങളാണ്. പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അയാൾ യുദ്ധം തുടങ്ങി ആദ്യത്തെ മിസൈൽ വിട്ടപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? രാജ്യം വിട്ടു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബങ്കറിന്റെ അടിയിലുണ്ടാവും. അതേസമയം മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ച്, കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? ലോകത്തെ മുസ്ലിങ്ങളെല്ലാം യൗമുൽ ഗളബ് എന്നാണ് പറയാൻ.
യൗമുൽ ഗളബ് എന്ന് പറഞ്ഞാൽ ഖുദ്സിന് വേണ്ടി, ഖുദ്സിനെ ഓർമ്മിപ്പിക്കുക, ഖുദ്സ് അധിനിവേശം ചെയ്തവർക്കുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യാം. വെള്ളിയാഴ്ച എല്ലാ അധിക സ്ഥലങ്ങളിലും എന്ത് ചെയ്യും? ഇസ്താംബുളിൽ വലിയ റാലി നടന്നു. ലോകത്ത് നമ്മൾ അമ്പരപ്പിച്ച ഏറ്റവും വലിയ റാലി നടന്നത് ടെഹ്റാനിലാണ്. യുദ്ധം നടക്കുന്ന ടെഹ്റാനിലാണ്. അതിന്റെ മുന്നിലുള്ള ആളായിരുന്നു ആ രാജ്യത്തിന്റെ പ്രസിഡന്റ്. അംഗരക്ഷകരില്ലാതെ. വ്യത്യാസമുണ്ട്. ഒരാൾ തെരുവിലാണ്, ഒരാൾ ഉണ്ടോ ഇല്ല എന്ന് തന്നെ അറിയില്ല. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് പടച്ചോൻ കണ്ടില്ല എന്ന് പടച്ചോനെ കുറിച്ച് നീ വിചാരിക്കരുത്. അല്ലത് കാണുന്നില്ലേ നമുക്ക് തോന്നൂലേ? ഇല്ല. 10,000-കണക്കിന് ബിൽഡിങ്ങൾ തകർന്നപ്പോ ബൻഗീർ എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പറയാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടണം. ആരാ പറയണത്? ഞാനുങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് 2 കൊല്ലത്തിനിടയിൽ 25,000 കുട്ടികൾ, അതും 6 വയസ്സിന് താഴെയുള്ള 25,000 കുട്ടികളെ കൊന്ന രാജ്യം, 75,000 കുട്ടികൾ അനാഥരാക്കിയ രാജ്യം. ഇസ്രായേൽ ഒരു ഭാഗത്തുണ്ടെങ്കിൽ കണ്ണും ചെമ്മി നിങ്ങൾ മറുഭാഗത്ത് നിൽക്കണം. കാരണം നീതി ആരുടെ ഭാഗത്തില്ല? ഇസ്രായേലിന്റെ ഭാഗത്തില്ല. പിന്നെ അതിൽ സലഫിയാണോ ഷിയയാണോ സുന്നിയാണോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇല്ല. കാരണം ഇസ്രായേൽ പുറത്തായിട്ട് നേപ്പാൾ അപ്പുറത്തായാലും നമ്മൾ ആരെ കൂടെ നിൽക്കുക? 90% ഹിന്ദു ജനസംഖ്യയുള്ള നേപ്പാളിന്റെ കൂടെ നിൽക്കുള്ളൂ. കാരണം ഇസ്രായേൽ നീതിയില്ല. മറ്റതൊക്കെ ചരിത്രത്തിൽ പഠിച്ചതാണ്. 10-25 കൊല്ലത്തിനിടെ 23 ലക്ഷം മനുഷ്യരെ കൊന്ന രാജ്യമാണ് അമേരിക്ക. 23 ലക്ഷം മനുഷ്യർ, അതിൽ 17 ലക്ഷം ആളുകളെയും കൊന്നത് ഇറാഖിലാണ്. ആ രാജ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ കൂടെ അപ്പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പൊ ചില ആളുകൾ സുന്നിയാണോ ഷിയയാണോ ആ ഗവേഷണമൊക്കെ ഇത് കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി. കാരണം ഉടലിൽ തല ഉണ്ടെങ്കിലല്ലേ നടത്താനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അക്രമികളെ കാര്യത്തിൽ അശ്രദ്ധനല്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നമ്മളൊരു CCTV പോലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പവർഫുള്ളായി അള്ളാഹു ഒപ്പിയെടുക്കുന്നുണ്ട്. ആ അവസരം വരുമ്പോൾ തിരിച്ചു കൊടുക്കും. ഒരു ഏകാധിപതിയും ഒരു അക്രമിയും ഒരു ക്രൂരനായ ഭരണാധികാരിയും ലോകത്ത് സാധാരണ രീതിയിൽ മരിച്ച ചരിത്രം നമുക്കറിയില്ല. ഇല്ല. അസുഖം വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ചരിത്രം നമുക്കറിയില്ല. കാരണം ചെയ്തതിന് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ലോകത്തെ ഏകാധിപതികളുടെ ചരിത്രം അതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാവുകയില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചരിത്രം, ഏരിയൽ ഷാരോൺ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ അക്രമത്തിനും മർദ്ദനത്തിനുമെതിരെ ഇവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ ബലത്തിലാണ്? വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാൻ. അതുകൊണ്ട് വിശ്വാസികളായ സഹോദരന്മാരും സഹോദരിമാരും തങ്ങളുടെ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ ഇന്ധനം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനല്ലാത്ത ഒന്നുകൊണ്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല. അതിജീവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അള്ളാഹു അയാളെ തകർക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ബദരീങ്ങളുടെ പ്രത്യേകത അതാണ്. നമുക്ക് ഖുർആനോടുള്ള അടുപ്പം എങ്ങനെ ഉണ്ടോ എന്നില്ല എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം. നോമ്പ് കഴിഞ്ഞു പോവാണ്. അപ്പൊ കുറവുണ്ടെങ്കിൽ അത് തിരുത്തുക. പടച്ചോനെ, ഖുർആനിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഫോക്കസായി കേന്ദ്രമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധന. ഓതിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഓതലൊക്കെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ വൈകാരികമായി നമ്മൾ സ്വീകരിക്കുക. മൂന്നാമത്തെ കാര്യം വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തവക്കുൽ ചെയ്യുക. തവക്കുൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ചെയ്തതിന് ശേഷം പടച്ച റബ്ബിനൊരു കാര്യം ഏൽപ്പിക്കലാണ്. ഏൽപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവണം അള്ളാഹു എന്തായാലും എന്ത് ചെയ്യും? സഹായിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഏൽപ്പിക്കുക. ഉറപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഉറപ്പില്ലാതെ തവക്കുലും ചെയ്യാൻ പാടില്ല. സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചോട്ടെ എന്ന് കരുതി ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എന്ത് ചെയ്യില്ല? സ്വീകരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തവക്കുലിന്റെ വികാരം, തവക്കുൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സഹായിക്കും. സംഘടനകളല്ല അള്ളാഹ് സഹായിക്കുക, ഉമ്മത്തിനാണ് സഹായിക്കുക. അപ്പൊ ഉമ്മത്തിന്റെ ദൗർബല്യം കറക്റ്റ് ചെയ്ത് തിരിച്ചു വരണം. അള്ളാഹ് സഹായിക്കണം എന്ന് വിചാരിച്ചു, സഹായിക്കാൻ ഉമ്മത്തെവിടെയാണ്? ഉമ്മത്താണല്ലോ വേണ്ടത്. ഈ ഉമ്മത്ത് മുസ്ലിമക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടായാൽ അള്ളാഹു അവരുടെ കൂടെ നിൽക്കും. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. വളരെ ദുർബലരായ സമയത്ത് പടച്ചോൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്.
മറ്റേ ചെയ്യാൻ പറ്റണതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യണം. മഹാനായ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലിനെ കൊണ്ട് മിസ്റിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്ന സമയത്ത് മുന്നിൽ കടലാണ്. കടലിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്തു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പൊടിപടലങ്ങളുണ്ട്. ഫിറഔൻ സൈന്യം വരികയാണ്. രക്ഷപ്പെടാൻ വഴിയില്ല. ഇന്നാല മുതറക്കൂ, ഞങ്ങൾ പിടികൂടപ്പെടാൻ പോവാണ് മൂസ എന്ന് അനുയായികൾ നിലവിളിക്കാൻ തുടങ്ങി. ഇതപ്പം ഞങ്ങളെ പിടിക്കും, ഇപ്പം ഞങ്ങളെ പിടിക്കും, രക്ഷിക്കൂ എന്ന് പറഞ്ഞു. കല്ലാ ഇന്ന റബ്ബി മഈ സയഹ്ദീൻ, അള്ളാൻ്റെ കൂടെ ഉണ്ട്, അള്ളൊരു വഴി കാണിക്കും, നിങ്ങൾ ബേജാറാവണ്ട. കാരണം അള്ള പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. അപ്പം സഹായിക്കൽ ആരെ ബാധ്യത? അപ്പൊ അള്ളന്ന് ഇറങ്ങി നടന്നോ മൂസ എന്നല്ല പറഞ്ഞ്, അത് പറഞ്ഞാ മതി. പക്ഷേ അള്ള പറഞ്ഞ വഴി എന്താണ്? കടലിനടിക്കൂ മൂസ എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അടിക്കാതെയും കടൽ പിളർത്താൻ ആർക്ക് കഴിവുണ്ട്? അള്ളാഹ്ക്ക് കഴിവുണ്ട്. പക്ഷെ അടിക്കേണ്ട പണി ആര് ചെയ്യണം? മൂസ അലൈഹി ഇസ്ലാം ചെയ്യണം. ചെയ്യേണ്ട പണി ചെയ്താൽ അള്ളാഹ് നോക്കും. നിങ്ങൾ ആ ഹിജ്റ പോണ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. സൂറത്ത് യാസീൻ 9-ാമത്തെ ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞു. എറിഞ്ഞപ്പോൾ തൻ്റെ വീടിൻ്റെ ചുറ്റുള്ള ആളുകളുടെ കണ്ണിലേക്ക് അതായി. എറിയാതെ പോകാൻ സമയമാകുമ്പോൾ അള്ളാഹുവിന് എന്ത് ചെയ്യാം? ഈ ആളുകളുടെ കണ്ണിൻ്റെ ലൈറ്റ് ഒന്ന് അടിച്ച് കളയാൻ കഴിവുള്ളവനാണ് അല്ലാഹ്, കാഴ്ച ഒഴിവാക്കാം. പക്ഷെ അത് ചെയ്തില്ല. എറിയേണ്ട പണി ആര് ചെയ്യണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ട പണി ചെയ്തിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ, നീയല്ല എറിഞ്ഞത്, ഞാനാണ്. അതാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. തവക്കുൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ അള്ളാഹു രക്ഷിക്കും. ഏതുപോലെ എല്ലാ പറവകളും കൂട്ടുന്ന രാവിലെ പുറപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ വയറ് നിറയാതെ ഒരു പറവയും കൂട്ടിലേക്ക് വരാറില്ല. പട്ടിണിയായിട്ട് മത്സ്യം ചത്തു എന്ന് മത്സ്യ മാർക്കറ്റിൽ നമ്മൾ എവിടെയും കേൾക്കാറില്ല. പക്ഷികൾ പട്ടിണി കൊണ്ട് ചാവൂല. കാരണം എല്ലാവർക്കും ഭക്ഷണം അന്ന ആര് കൊടുത്തു? ഇതുപോലെയാണ് തവക്കുൽ. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് തവക്കുൽ ചെയ്താൽ പൂർത്തീകരിച്ചിട്ടേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? തിരിച്ചു കൊണ്ടുള്ളൂ. അപ്പൊ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അല്ലദീന യുഖീമൂനസ്സലാ, ഇഖാമത്തുസ് സ്വലാത്ത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇഖാമത്തുസ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നുമ്പോൾ ചെയ്യണതിന് നിസ്കാരത്തിനല്ല ഇഖാമത്തുസ് സ്വലാത്ത് എന്ന് പറയാ. സമയബന്ധിതമായി നിർവഹിക്കുക. പുരുഷന്മാരൊക്കെ പള്ളിയിൽ വന്ന് നിർവഹിക്കുക. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് അനുസരിച്ച് ആദ്യത്തെ ജമാഅത്ത് മാത്രമേ ജമാഅത്തുള്ളൂ. അതിന് 27 ഇരട്ടി കൂലിയുള്ളൂ. പിന്നെ അങ്ങനെ തൊട്ടുണ്ടാക്കുന്ന ജമാഅത്തിനൊന്നും ഏതില്ല, 27 ഇരട്ടി കൂലില്ല. ഷാഫി മദ്ഹബിലെ മാത്രം അഭിപ്രായമാണ്. ജമാഅത്ത് ഏതേ ഉള്ളൂ? ആദ്യത്തെ അവ്വൽ ജമാഅത്ത്. അതിലെത്തണം. അതെത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. ഇസ്ലാമിൽ 4 അടിസ്ഥാന ഇബാദത്തുകളാണ്. ഒന്ന് ഇഖാമത്തുസ് സ്വലാ, ഈതാഉസ് സക്കാ, സൗമ റമളാൻ, അൻ തഹിജ്ജൽ ബൈത മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഈ 4 3 ഇളവുകൾ ധാരാളമുണ്ട്. നോമ്പണ നിർബന്ധാക്കിയപ്പോൾ കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹു പറഞ്ഞു, യാത്രക്കാരനാണെങ്കിൽ നോമ്പ് നോൽക്കണ്ട, രോഗിയാണെങ്കിൽ നോമ്പ് നോൽക്കണ്ട, രോഗം മാറാത്ത രോഗമാണെങ്കിൽ തീരെ നോൽക്കണ്ട, മുദ്ദു കൊടുത്താൽ മതി. ഇളവ് പറഞ്ഞിട്ടാണ് നിർബന്ധനാക്കിയത്. എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് നോറ്റ് വിട്ടിയാൽ മതി. സക്കാത്ത് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഹൗല് വേണം, നിസാബ് വേണം. സക്കാത്ത് പറഞ്ഞ 1 കൊല്ലം പൂർത്തീകരിച്ച ധനം ആസ്തിങ്ങളുടെ കയ്യിലുണ്ട്. അതിലൊരളവുണ്ട്. ആ അളവ് എത്തിയാൽ 2% കൊടുത്താൽ മതി. പൈസ ഉള്ളവന് മുഴുവൻ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സക്കാത്തിൻ്റെ ഒരു അളവുണ്ട്. മൂന്നാമത്തെ ഹജ്ജാണ്. ഹജ്ജ് ശാരീരികമായും സാമ്പത്തികമായും ശേഷിയുള്ളവൻ ചെയ്താണ്. നിസ്കാരത്തിന് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കടോ എന്നാണ് പറഞ്ഞത്. ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കിടന്നോ. കിടക്കാൻ പറ്റില്ലെങ്കിൽ കണ്ണ് മാത്രമേ ചലിപ്പിക്കൂ, കണ്ണുകൊണ്ട് നിസ്കരിക്കും. ബോധമില്ലെങ്കിൽ ബോധം മാത്രമുണ്ട്, ശരീരം അനങ്ങണില്ല, വെന്റിലേറ്ററിലാണ്, എന്നാ ഒഴിവാക്കിക്കൂടില്ല.
ബോധം കൊണ്ട് നിസ്കരിക്കും. ബോധം കൊണ്ട് ബാപ്പ അങ്ങനെ കിടക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ ബാപ്പാനെ നിസ്കരിപ്പിച്ചിട്ട് നിങ്ങൾ പള്ളിയിൽ വരണം. കാരണം അവല് ഭക്തന് ആര് നിസ്കരിക്കണം? ബാപ്പ നിസ്കരിക്കണം. നിങ്ങളെല്ലാ കാറും കഴിഞ്ഞിട്ട് നിസ്കരിപ്പിക്കാനുള്ള ആളല്ല ബാപ്പ. പള്ളിയിൽ വീട്ടിലുള്ള സ്ത്രീകളും നിസ്കരിക്കേണ്ട എന്താണ്? ഈ പള്ളിയിൽ 12:51 ദുഹറെങ്കിൽ 12:51 വീട്ടിൽ നിസ്കരിക്കേണ്ടത്. അതാണ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അതെല്ലാവർക്കും കൂട്ട് നമ്മൾ ആ ദുഹർ അങ്ങനെ ആസറിന്റെ അടുപ്പിച്ച് നിസ്കരിക്കുക. എൻ്റെ എല്ലാ പരിപാടിയും ആ പരിപാടി ഇല്ല. ഇഖാമത്തു സ്വലാത്തിൽ ആദ്യത്തെ സമയം വളരെ പ്രധാനമാണ്. അതിന് രണ്ടാമത്തെ ഭാഗമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സൊഫ് ശരിയാക്കുക, പള്ളിയിലേക്ക് വരുന്ന രീതിയൊക്കെ ഇഖാമത്തു സ്വലാത്ത് ഞാൻ വിശദീകരിക്കില്ല. യുഖീമൂന സ്വല ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയബന്ധി നിസ്കാരത്തിന്റെ സമയമായി എന്ത് കുഴപ്പമുണ്ടെങ്കിലും അത് നിർവഹിച്ചിട്ടേ പരിപാടി നിർവഹിക്കണം. കച്ചവടമാണ്, തിരക്കാണ്, മറ്റ് ഏർപ്പാടുകളാണ്, യാത്ര അല്ലാത്ത എല്ലാത്തിനും അല്ലെ ഒന്നിനും ഈ അളവ് ബാധകമല്ല. യാത്രക്കാരന് അളവുണ്ട്. നിസ്കാരം ഒഴിവാക്കിക്കോന്നല്ല, നിസ്കാരം ചുരുക്കിക്കോന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മളെ ചുരുക്കണ നിസ്കാരം എന്ത് ചെയ്യണം? സ്വീകരിക്കണം. കാരണം അല്ലാഹ് അത് പറഞ്ഞിട്ടുണ്ട്. ഉടമസ്ഥൻ പറഞ്ഞാൽ പിന്നെ അതാണല്ലോ സ്വീകരിക്കും. അതൊന്നും പറ്റില്ല, 4 ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അത് ധിക്കാരാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാത്രയിൽ ഒരാൾ കസറായി നിസ്കരിക്കണമാണ് അള്ളാഹുവിന് ഇഷ്ടം. മുഴുവൻ നിസ്കരിക്കണം അള്ളാഹ് ഇഷ്ടമില്ല. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ കൽപ്പന ധിക്കരിക്കണതിന് സമാനമാണ്. അപ്പൊ അതുകൊണ്ട് അത് വേറെ കാര്യം. യാത്രയിൽ ഇളവുണ്ട്, അതേസമയം ഒഴിവാക്കാനുള്ള ഓപ്ഷൻ യാത്രയിൽ ഇല്ല. ഒരു സമയത്തും വിശ്വാസിക്ക് കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഒരളവില്ലാത്ത ഒരൊറ്റ ഇബാദത്തേ ഉള്ളൂ. അതിനാണ് നിസ്കാരം എന്ന് പറയും. അതാണ് അല്ലദീന യുഖീമൂന സ്വലാ. നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് അറിയാം സഹാബാത്ത് അതുപോലെ താബികളൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ പ്രധാനപ്പെട്ട. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലൊരു കുറവുണ്ടെങ്കിൽ ജമാഅത്തൊക്കെ തുടങ്ങിയ അവസാനത്തെ റക്അത്തിൽ മസ്ബൂക്കായി വരിക, ജമാഅത്ത് കഴിഞ്ഞിട്ട് വരിക, അല്ലെങ്കിൽ ജമാഅത്തിന്റെ സമയത്ത് എവിടെയെങ്കിലും അങ്ങാടിയിൽ വർത്തമാനം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് അതിൽ പിന്തി വരുന്നത് ശീലമാവുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ അങ്ങാടി വർത്താനം പറഞ്ഞാൽ നിങ്ങൾ മുഅ്മിനായിട്ടില്ല, നിങ്ങളൊരു പ്രയാസത്തിൽപ്പെട്ടാൽ സഹായിക്കേണ്ട ബാധ്യത ആർക്കില്ല, അടച്ചവനില്ല. എത്രയാണ് സിമ്പിളാണ് കാര്യം വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അപ്പൊ സഹായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ഉണ്ടാവണം. അവരെ സഹായിച്ചിട്ടുണ്ട്. അതാണ് തൊട്ടടുത്ത് പറയുന്നത്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ. ഞാൻ നിങ്ങളെ സഹായിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. വെറുതെ വണ്ടി വന്ന് അല്ലാഹ് ആരെയും സഹായിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പടച്ച റബ്ബ് നമ്മളെ സഹായിക്കാനുള്ള ഒരു നിബന്ധനയാണ് അല്ലദീന യുഖീമൂന സ്വലാ. നിസ്കാരം നിലനിർത്തുക. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. 5ാമത്തെ ഗുണം, നാം നൽകിയതെന്ന് ചെലവഴിക്കുക. നിങ്ങൾ നിങ്ങളെ സമ്പത്ത് ചെലവാക്കൂ എന്നല്ല എവിടെയും പറയില്ല. പറയണേ അതാണ്, നാം തന്നത് ഇന്ന് ചെലവാക്കൂ എന്നേ പറയുള്ളൂ. കാരണം എൻ്റെതാണ് സമ്പത്ത്, നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതാണ്. ആരെങ്കിലും ഒരാൾ വിചാരിക്കുകയാണ് എൻ്റേതാണ് സമ്പത്ത് എന്ന് വിചാരിച്ചാൽ അയാൾ ശിർക്ക് ചെയ്തു. കാരണം അള്ളാഹുവിൽ അയാൾ പങ്കാളിയായി, സ്വയം അയാൾ പങ്കാളിയായി. പടച്ചോനാണ് സമ്പത്ത്. അതുകൊണ്ട് ഖുർആന്റെ എല്ലാ പ്രയോഗവും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയത് ചെലവാഴി. ഇൻഫാഖു ഫീ സബീലില്ലാഹ്. ഇൻഫാഖു ഫീ സബീലില്ലാഹ് എല്ലാ വിശ്വാസിക്കും നിർബന്ധമാണ്, ദരിദ്രനും നിർബന്ധമാണ്. 10 റുപ്യ വരുമാനമുള്ള 1 റുപ്യ ഇൻഫാഖ് ചെയ്യണം. നമ്മൾ പൈസക്കാർക്ക് വേറെ ഉണ്ട്, അത് സ്വതക്ക, സക്കാത്ത്, ഹദിയ, ഇതൊക്കെ വേറെ കാര്യങ്ങളാണ്. എല്ലാ വിശ്വാസിക്കും ഉണ്ടാവേണ്ട സ്വഭാവമാണ് ഇത്, ഇൻഫാഖു ഫീ സബീലില്ലാഹ്. വരുമാനം കുറവുള്ള അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഇൻഫാഖ് ചെയ്യണം. അൻഫിഖു മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിങ്ങൾ ചെലവാക്കുക. അപ്പൊ ചെലവാക്കേണ്ടത് അതിലൊന്ന് സക്കാത്താണ്. സക്കാത്ത് നമുക്കറിയാം, നമ്മുടെ സമ്പത്തിൽ ഒരു നിശ്ചിത അളവ് വന്നാൽ ആ അളവ് ഒരു കൊല്ലം പൂർത്തിയായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ 2.5% അല്ലെങ്കിൽ എത്രയാണോ, ചിലതിലൊക്കെ വ്യത്യാസമുണ്ട്. കൃഷി ഉൽപ്പന്ന കാർഷിക വിളകളാണെങ്കിൽ എപ്പോഴാണോ കൊയ്തെടുക്കുന്നത്
ആ സമയത്ത് കൊടുക്കുക. തേങ്ങ, റബ്ബർ ഇതൊക്കെ ഒന്നിച്ച് വെട്ടി വിൽക്കുമ്പോൾ വിൽക്കുന്നതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കുക. നനച്ച് അധ്വാനിച്ചൊന്നുമില്ലെങ്കിൽ ഉണ്ടാക്കാത്താണെങ്കിൽ 5% അല്ലെങ്കിൽ 10% ഒക്കെ കൊടുക്കുക. അധ്വാനിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുറച്ച് കൊടുത്താൽ മതി. കാരണം അധ്വാനം അതിലെന്ത് ഇതുണ്ട്. ഇങ്ങനല്ലാത്ത എല്ലാത്തിലും 2.5% സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ത് ചെയ്യണം? വർഷം കൂടുന്ന സമയത്ത് മാർച്ച് 31-നാണ് സക്കാത്ത് കൊടുക്കണമെങ്കിൽ പിന്നെ ഏപ്രിൽ 1 പാടില്ല. മാർച്ച് 29 കുഴപ്പമില്ല, ഏപ്രിൽ 1 പാടില്ല. മാർച്ച് 31 സക്കാത്തിന്റെ ധനം അന്ന് രാത്രി 12 മണിയാവുന്നതോടുകൂടി സക്കാത്തിന്റെ പൈസ തൻ്റെ മാറ്റി വെക്കണം. കൊടുക്കലും ചെലവാക്കലും ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ധനം മിക്സ് ചെയ്യരുത്. സക്കാത്ത് ഒരാൾ മിക്സ് ചെയ്താൽ ഒരാളുടെ ഹക്ക് ഒരു കൊല്ലയാളെ സമ്പത്തിൽ ഇങ്ങനെ കൂടിക്കലർന്നു പോവാണ്. ഹറാമായ സമ്പത്താണത്. അത് എത്ര ചെറുതാണെങ്കിലും വലിയ ഹലാലിന് എന്ത് ചെയ്തു? തിന്ന് നശിപ്പിക്കും. ഹറാമായ സമ്പാദ്യം നിങ്ങൾ നിസ്കരിക്കാത്ത പോലെയായിരിക്കില്ല. ഹറാമായ സമ്പാദ്യം നിങ്ങളോ മക്കളോ പഠിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് തലമുറകളുണ്ടാവും. അപ്പോൾ സക്കാത്ത് മാറ്റിയൊക്കെ സക്കാത്ത് കൊടുക്കുന്ന ആളെന്നെ ശ്രദ്ധിക്കാതെ വരുന്നൊരു കാര്യമാണ്. രണ്ടാമത് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? സക്കാത്താണ് നിയ്യത്ത് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് പിന്നെ അത് സക്കാത്തായിരുന്നു എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കോളേജിന് 1000 ഉറുപ്പിക എടുത്തിട്ടുണ്ടാ അന്ന് സക്കാത്തിന്റെ അക്കൗണ്ട് കിടക്കട്ടെ, ഇല്ല. കൊടുക്കുന്നതിന് മുമ്പ് സക്കാത്തായിട്ട് മനസ്സിലാക്കണം. ഇബാദത്ത് നിയ്യത്താണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് പറയാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റിവെക്കാൻ പറ്റില്ല. സ്വതക്കാക്കാം, മാറ്റി വെക്കാൻ. അപ്പൊ സക്കാത്ത് സ്വതക്ക. രണ്ടാമത് എന്താണ്? സ്വതക്ക ധാരാളം നൽകുന്ന ആളും ചിലപ്പോൾ സക്കാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടാവും. സ്വതക്ക ധാരാളം കൊടുക്കുന്നുണ്ട്, പക്ഷെ സക്കാത്ത് എന്തെങ്കില. കാരണം സക്കാത്ത് കൊടുക്കണേ സമ്പത്തിന്റെ മേലൊരു കൺട്രോൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുക? സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കുള്ളൂ. മറ്റെങ്ങനെ 500 100 അങ്ങനെ വീശി കൊടുത്താൽ മതിയല്ലോ. ഇത് എത്ര കൃത്യമായിട്ട് കൊടുക്കണം. സ്വതക്ക നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടോ അതിന് ശുക്റിന്റെ ഭാഗമാണ് സ്വതക്ക എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, സ്വതക്കന്റെ പുണ്യം. മൂന്നാമത്തെ ഹദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്തും പറ്റൂല, സദക്കയും പറ്റൂല. പറ്റുന്ന ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഹദിയ. അതുകൊണ്ട് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ധനങ്ങളിൽ ഏറ്റവും നല്ല ധനം ഹദിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വരുമാനതായിരുന്നു ഹദിയാണ്. ആ ഹദിയ ആരെങ്കിലും എനിക്ക് കൊടുത്തെന്നാൽ നബി എന്ത് ചെയ്യും? അത് മേശപ്പുറത്ത് ഒരു സാധനം ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ ആ ഗിഫ്റ്റ് ഇങ്ങനെ വെക്കണതിന്റെ മുമ്പ്, മേശം എത്തുന്നതിന് മുമ്പ് പാറിപ്പോയിണ്ടാവും. കരീഹിൽ മുർസല, കൊടുങ്കാറ്റ് പോലെ ദാനം ചെയ്തിട്ടുണ്ടാവും. ദാനം ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ ആളുകൾക്ക് കടം കൊടുക്കുക. കടം ചോദിച്ച ഒരാൾ വന്നാൽ നിനക്ക് സമ്പത്തും ശേഷി ഉണ്ടെങ്കിൽ അയാൾക്ക് കടം കൊടുക്കണം. കാരണം ആവശ്യക്കാരനാണ് കടം ചോദിച്ചവർ, അതിൽ പുണ്യമുണ്ട്, നന്മയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെലവഴിക്കുന്ന സംസ്കാരം ഉണ്ടാകുക. അതാണ് ഇൻഫാഖ് ഫീസ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഓരോ ഓർഡറുകൾ. ഇൻഫാഖ് ഫീസ് നമ്മളെ സമ്പത്തില് ഇപ്പം നാട്ടിലൊരു മുതലാളി ഞങ്ങൾ പരിശോധിച്ച് നോക്കുക. നല്ല ധനാഢ്യനായ ഒരാളുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പിശുക്കനൊക്കെ ആയിരിക്കും. പൈസ ഒക്കെ ചെന്ന് ചോദിച്ചാൽ അങ്ങനല്ല, നമ്മൾ എന്ത് ചെയ്യുക? പക്ഷെ അയാളെ വാപ്പ എന്തായിരിക്കും? ഉദാഹരണമായിരുന്നു. വാപ്പ ചിലപ്പോൾ പിശുക്കനായിരിക്കും, വല്യാപ്പ എന്തായിരിക്കും? ഈ 5 തലമുറയിൽ ഒരു ഉദാഹരണം ഇല്ലെങ്കിൽ അയാൾ സമ്പന്നനാവൂല. ഇല്ല, ശ്രദ്ധിച്ചോ. തൻ്റെ തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ഉദാരവാനായിട്ടില്ലെങ്കിൽ അയാൾ മുതലാളി ആയിട്ടുണ്ടാവില്ല. സ്വതക്ക ചെയ്യുന്ന സമ്പത്തിലേ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? വർധനവ് കൊടുത്തിട്ടുള്ളൂ. മകൻ പിശുക്കനാണെങ്കിൽ വാപ്പ നന്നായി കൊടുക്കുന്ന ആളായിരുന്നു, വാപ്പ പിശുക്കനാണെങ്കിൽ വല്യാപ്പ നന്നായി കൊടുക്കുന്ന ആളായിരുന്നു. ആ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിക്കും. 5 തലമുറകൾ വരെ അള്ളാഹു സ്വതക്ക ചെയ്യുന്ന സമ്പത്ത് വർദ്ധിപ്പിക്കും. വർദ്ധിക്കാത്ത എന്തുകൊണ്ടാണ്? മുഷിഞ്ഞു കൊടുത്തിട്ടാണ്. മുഷിഞ്ഞു കൊടുത്തിട്ട് റെസിപ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ തലയിൽ ചൊറിയാണ്. ചൊറിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ 1000 2000 ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല. 2000 പോയതാണ്. കാരണം എന്താണ്? 2000 20,000 ആവണമെങ്കിൽ എല്ലാ വർഷവും റെസിപ്റ്റ് ആയിട്ട് വരുന്ന ഒരു മനുഷ്യരുണ്ട്. അയാൾ ഈ റമദാനിൽ വന്നില്ല. അപ്പൊ നമ്മൾ തേടി പിടിച്ചിട്ട് അയാളെ വീട്ടിൽ പോകും. എന്തേ ആവശ്യമുണ്ടോ നോക്കിയിട്ട് ആ 2000 ഉറുപ്പിക കൊടുത്തു നോക്കും. 20,000 ഇവിടെ വർദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ അങ്ങോട്ട് പോയി കൊടുത്തതാണ്. നമ്മളടുത്തേക്ക് സൽക്കാര്യങ്ങൾക്ക് പിരിവിന് വരുന്ന മനുഷ്യന്മാരെല്ലാം നമ്മളെ ഇൻഫാക്കിന്റെ സംസ്കാരം പഠിപ്പിച്ച മനുഷ്യരാണ്.
ആണ്. ഇൻഫാക്ക് പഠിപ്പിച്ച ആളുകളാണ്. നിങ്ങളുടെ അടുത്തുള്ള ധനം ചോദിച്ചു വാങ്ങുന്ന ആളുകൾക്ക് രണ്ട് പുണ്യമുണ്ട്. ഒന്ന് അയാളെ പ്രേരിപ്പിച്ച പുണ്യമുണ്ട്, മറ്റത് പ്രവർത്തനം തന്നെ ഒരു ഫീസബീലില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൻഫാക്കിന്റെ സംസ്കാരമുള്ള വീടുകളിലാണ് സമ്പത്തിൽ ബറക്കത്ത് അല്ലാഹു നൽകുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ദാരിദ്ര്യം അങ്ങനെ തന്നെയാണ്. ഒരു 5 തലമുറക്കെ മാക്സിമം ദാരിദ്ര്യം ഒരാൾ അനുഭവിക്കുള്ളൂ. പിന്നെന്ത് ചെയ്യും? അയാൾ സമ്പന്നനായി വലുതായി വളരും, തിരിച്ചു കൊടുക്കും. നേരെ തിരിച്ചുകൊണ്ട് മറ്റത് കൗണ്ട് ഡൗൺ ചെയ്യും. അപ്പൊ അതൊക്കെ കറങ്ങി വരും. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. അധികാരം, സമ്പത്ത്, ഇതൊക്കെ മാക്സിമം പോകുന്നതിനൊരു കണക്കുണ്ട്. ആ കണക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരുന്ന സംഭവം. അപ്പൊ ഇൻഫാക്കിന്റെ സംസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കുക. അത് ലോകത്ത് നമുക്ക് വിജയിക്കാൻ ഏറ്റവും വലിയ മാനദണ്ഡം ബദരീങ്ങളാണല്ലോ മനുഷ്യരിൽ ഏറ്റവും സെറ്റർ എന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹു ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ആ ഓഫർ എന്താണ്? അവരുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെ നാം പുറത്തു കൊടുക്കും എന്നതാണ്. അത്ര ഓഫർ വേറൊരു മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടില്ല. അവർക്കുണ്ടായിരുന്ന ഗുണമാണ് ഈ പറഞ്ഞല്ല. കയ്യിലുള്ളതാണ് ചെലവാക്കുക എന്ന് പറയുന്നത് വളരെ തദ്ഹിയത്തിന്റെ ഭാഗമാണ്. ഇന്ന ശൈത്താന യഈദുകുമുൽ ഫഖർ. 1000 കൊണ്ടേ ചെലവാക്കാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ കൊടുക്കുമ്പോൾ 500 എടുത്തുവെച്ചാൽ 500 മതി എന്നൊരു പിശാചു പറയും. കാരണം എന്താണ്? യഈദുകുമുൽ ഫഖർ. പഠിച്ച അള്ളാഹു പറയാണ്, കൊടുത്തോ. മാ നഖസത് മിൻ സദഖ നഖസത് മിൻ സദഖത്ത്. എന്താണ്? മാ നഖസത് മിൻ മാലി. സദഖ ഒരിക്കലും ധനത്തിന്ന് കുറച്ചിട്ടില്ല. മാ നഖസത് സദഖത്തും മിൻ മാൽ. ധനത്തിന്ന് സദഖ ഒരിക്കലും കുറക്കില്ല എന്നതാണ് സദഖയുടെ മാനദണ്ഡം. തരും എന്നത് അള്ളാഹു പറയാം. അള്ളാഹു പറയണ, കൊടുത്തോ, ഞാൻ ഇരട്ടി തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച ഒരാൾ ചെലവാക്കിയാൽ അയാൾക്ക് തിരിച്ച് ഇരട്ടി കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? ആ ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ നമ്മൾ പേടിക്കണം? പക്ഷെ വിചാരം കൊടുക്കുമ്പോഴുള്ള മനസ്സ്, ഭാവം, നീയത്തൊക്കെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇൻഫാക്കിന്റെ സംസ്കാരം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് തൽഹിയത്തിന്റെ ഭാഗമാണ്. ബദരീങ്ങൾ എല്ലാവരുടെയും പ്രത്യേകത തൽഹിയത്തിന്റെ ഏറ്റവും വലിയ ഭാവമായിരുന്നു അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സദസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ടെന്റിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, മുഹമ്മദ്, നിന്റെ കൂട്ടത്തിൽ ആരുമില്ലേ എന്നോട് യുദ്ധം ചെയ്യാൻ? ഇത്ര ഭീരുക്കളായി പോയോ നിങ്ങൾ? അപ്പൊ ഇങ്ങനെ ആള് വന്ന് നോക്കിയപ്പോൾ ഒരാളുടെ വാപ്പയാണത്. അപ്പൊ അയാൾ വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, നബിയെ, ഞാൻ പോരാടിക്കൊള്ളാം, വാപ്പാനോട് ഞാൻ ഏറ്റുമുട്ടാം. നബി തിരുമേനി പറഞ്ഞു, പിതാവിനോട് ഏറ്റുമുട്ടരുത്. രണ്ടാമത് ഇയാളിത് ചെയ്തു. മൂന്നാമത് ചെയ്തപ്പോൾ പിന്നെ റസൂലിനെ അനുമതിക്കൊന്നും ആര് കാത്തുനിന്നില്ല. ഈ മനുഷ്യൻ കാത്തുനിന്നില്ല. ചാടി പുറപ്പെട്ടു. പിതാവുമായിട്ട് ഘോര യുദ്ധം നടന്നു. പിതാവിനെ വധിച്ചിട്ട് റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂൽ സലാം മടക്കില്ല. റസൂൽ ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാന്റെ പാർട്ടിയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ചെയ്തത്. അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്തുൽ ജറാഹ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ വിശ്വസ്തനായത്? ആ അബൂ ഉബൈദയുടെ പേരാണ് ഫലസ്തീനിലെ ജനറൽ കമാൻഡർ സ്വീകരിക്കുക. എല്ലാ കാലത്തും ഇനി വരാൻ പോകുന്ന ആളുകൾ അബൂ ഉബൈദയായിരിക്കും. അങ്ങനെ ഖുദ്സ് വിമോചിപ്പിച്ച ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്ര വലിയ ത്യാഗം ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരോട് കരുണ കാണിച്ചത്, സഹായിച്ചത്. അപ്പൊ റമദാൻ ഇങ്ങനെ വിട പറഞ്ഞു പോകുന്ന സമയത്ത് സഹാബികളെല്ലാം വിതുമ്പി കരയാറുണ്ട്. അവർ ആത്മപരിശോധന നടത്താറുണ്ട്, പോരായ്മകൾ തിരുത്താറുണ്ട്. 3-4 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനടക്കം നമ്മളെല്ലാവരും ആത്മപരിശോധന നടത്തണം. എനിക്ക് തിരക്കായിരുന്നു, ഒഴിവില്ലായില്ല. അതൊന്നും അല്ലാഹു എന്തെയില്ല, സ്വീകരിക്കണ ന്യായങ്ങളല്ല. വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സമയം ഉണ്ടാക്കാം. മറിയം എന്ന് പറയുന്ന 6 വയസ്സായ കുട്ടി ഗസയിൽ വാപ്പല്ല, ഉമ്മല്ല, 2 സഹോദരങ്ങളും രക്തസാക്ഷിയാണ്. അഭയാർത്ഥി ക്യാമ്പിൽ കഴിയാണ്. ആ കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ദുഃഖവും പ്രയാസവും?
ഈ അവസ്ഥ മറികടക്കാൻ മോളെ നീ എന്താണ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ 6 ദിവസം കൊണ്ട് ഞാൻ ഖുർആൻ ഖത്തം ചെയ്യുമെന്നാണ്. ഗസയിലുള്ള അർദ്ധ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് 6 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ സമയമില്ല എന്ന് പറയുന്നത് ആര് സ്വീകരിക്കൂല? അല്ലാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് സമയം ഉണ്ടാക്കൽ നമ്മളെ ബാധ്യത. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാനിൽ നമുക്ക് എന്താണോ നമ്മളെ തകരാറ് നോക്കുക. ഈ പദവിയിലേക്ക് എത്താൻ ചിലപ്പോൾ നമുക്കുണ്ടാവും വൽ ആഫീന അനിൻ നാസ്. വേറൊരു സ്ഥലത്ത് പറയും ജനങ്ങൾക്ക് നിരുപാധികം എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇത് തെറ്റുണ്ടാവും, വടക്കുണ്ടാവും, പ്രയാസം ഉണ്ടാവും, തമ്മിൽ തെറ്റിണ്ടാവും, സ്വത്ത് ഓരിയച്ചപ്പോൾ തർക്കായിരിക്കും, ഇൻവെസ്റ്റ്മെന്റ് ഷെയർ മാറിയപ്പോൾ ഉള്ള തെറ്റുണ്ടാവും. ആ തെറ്റൊക്കെ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യുക? പൊരുത്തപ്പെടി. റമദാൻ കഴിയുമ്പോൾ മനസ്സിലൊരു കറയില്ലാത്ത മനുഷ്യനായി നമ്മൾ മാറുക. കറയില്ലാത്ത മനുഷ്യനായിട്ട് മാറുക. ഒരു കറയുണ്ടാവും. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് തന്നോട് അക്രമം ചെയ്തു എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയ ആൾ, അയാളോട് പോയിട്ട് സലാം പറഞ്ഞാൽ എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഇയാളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജ്യേഷ്ഠൻ, അനുജൻ, പെങ്ങള്, എളാപ്പ, മൂത്താപ്പ, അളിയൻ, ഇങ്ങനെ പല ആളുകൾ ആരോടെങ്കിലും നമ്മൾ തെറ്റി നിൽക്കേണ്ടി അസ്സലാം അലൈക്കും എന്ന് അങ്ങോട്ട് പോയി പറഞ്ഞാൽ അയാൾ സമൂഹത്തിൽ ഏറ്റവും ഉത്തമനാണ്. തെറ്റി നടക്കണ കാലത്തോളം പടച്ചോൻ ഒരു കർമ്മവും സ്വീകരിക്കില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. കർമ്മം അള്ളാഹു ഉയർത്തില്ല, ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കർമ്മങ്ങൾ അള്ളാഹു ഇങ്ങനെ വെക്കും മുകളിൽ, ആകാശഭൂമിയിലും. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്ത് തങ്ങി നിന്നു. പടച്ചോനടുത്തേക്ക് എത്തണമെങ്കിൽ നന്നായി വാ എന്നല്ല പറയും. വിളിച്ചിങ്ങനെ പറയും എല്ലാ രാത്രി, നന്നായിക്കടോ, നന്നായി വാ, തെറ്റ് തിരുത്തി വാ. ആരോട്? ഇടപാട്, മനുഷ്യനോടുള്ള തെറ്റ് തിരുത്തിയിട്ട് വാ എന്ന് പറയും. എന്നിട്ട് ഇതെന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കുള്ളൂ. ഹജ്ജിന്റെ സമയത്ത് അറഫയിലെത്തി ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ അറഫയിൽ നല്ല വിളിച്ചു പറയും, ലാ ലബ്ബൈക വലാ സഅദൈക. നീ ഹജ്ജിന് വന്നിട്ടില്ല, നിന്റെ ലബ്ബൈക്ക് ആവശ്യമില്ല. ആരാണ് നബി ഈ മനുഷ്യൻ? ഇത്ര രപ്പനായ ഒരാൾ വേറെ ആരുമില്ലല്ലോ. കാരണം അറഫയിലെത്തിയിട്ട് ഒരാൾ ചോദിച്ചാൽ പോക്കറ്റിൽ നിന്ന് അള്ളാഹു എടുത്തു കൊടുക്കണത് പോലെ എടുത്തു കൊടുക്കണ സ്ഥലമാണ് ഏത്? അറഫ. അവിടെ എത്തിയിട്ട് ഈ മനുഷ്യനെ ആട്ടി പായിപ്പിക്കണമെങ്കിൽ അയാൾ ചെയ്ത തെറ്റെന്താണ്? അയാൾ കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്. കുടുംബത്തിൽ ഏതോ ഒരാളായിട്ട് അയാൾ തെറ്റിയിട്ടുണ്ട്. അത് നന്നാവാതെ ഇവിടെ വന്നിട്ട് ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു വിളിച്ചു പറയില്ല, ലബ്ബൈക വലാ സഅദൈക. നിങ്ങളാലും എത്ര വലിയ 8 ലക്ഷം റുപ്യാണ് പോവുക, അത്ര വലിയ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷ്മതയും ജാഗ്രതയും വെച്ച് പുലർത്തുക. ഒരുപാട് കർമ്മം ചെയ്ത് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, അതേപോലെ നമസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. പക്ഷെ അനിയനായിട്ട് മുണ്ടണില്ല, ജ്യേഷ്ഠനായിട്ട് തർക്കാണ്, അല്ലെ അതിർത്തിയിൽ അയൽവാസിയായിട്ട് തർക്കാണ്, അല്ലെ എളാപ്പാന്റെ വീട്ടിലേക്ക് പോയിട്ട് 10 കൊല്ലായി. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടാവും. വളരെ അപകടമാണ്, വളരെ അപകടമാണ്. ഒരു കർമ്മം അല്ലാഹു സ്വീകരിക്കില്ല. നന്നായി വരണം നല്ല എന്നും വിളിച്ചു പറയണ്ട ഈ മനുഷ്യനോട്. എല്ലാ രാത്രിയും എല്ലാ മനുഷ്യരുടെ കർമ്മം അങ്ങനെ ഏടുകളിലേക്ക് മാറ്റി വെക്കണ സമയത്ത് അള്ളാഹു ഈ അടിമയോട് ദയ തോന്നിയിട്ട് വിളിച്ചു പറയും, സഹോദര നീ നന്നായി വരൂ എന്ന് പറയും. എൻ്റെ അടിമയെ നീ നന്നായി വരുതൊന്ന് കൊണ്ടുപോകണല്ലോ. അങ്ങനെ എത്ര കർമ്മങ്ങളാണ് കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൽ ആഫീന അനിൻ നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ത്യാഗമാണ്. ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഗുണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളെന്ന് പറയുന്നത്. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ അമലു സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. നിന്റെ വാതിലല്ലാതെ ഒരു വാതിലും ഞങ്ങൾ മുട്ടിയിട്ടില്ല അല്ലാഹുവേ. നിന്റെ മുന്നിലല്ലാതെ ഞങ്ങൾ ഒരാളുടെ മുന്നിലും തലകുനിച്ചിട്ടുമില്ല, ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല. നീ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പരിഗണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ ഇബാദത്തുകളെ, ഞങ്ങളുടെ അമലു സ്വാലിഹാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളെ, വീഴ്ചകളെ, സ്ഖലിതങ്ങളെ വിട്ടുപുറത്ത് നീ മാപ്പാക്കി തരണേ അല്ലാഹ്. സാധുക്കളാണ് ഞങ്ങൾ, ഞങ്ങളോട് നീ കരുണ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും നീ കരുണ ചെയ്യണേ അല്ലാഹ്. അനേകം മനുഷ്യർക്ക് മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും വാഗ്ദാനം ചെയ്ത ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിലേക്ക് യാത്ര വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹു അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പരിശുദ്ധ റമദാനിലൊക്കെ പുണ്യം കരസ്ഥമാക്കാൻ വളരെ ചടുലമായി ഓടി നടന്നിരുന്ന പല ആളുകളും അല്ലാഹുവേ നിന്റെ വിധിക്ക് വിധേയമായിക്കൊണ്ട് അസുഖത്തിലാണ്, പ്രയാസങ്ങളിലാണ്. അവർക്ക് നീ സമ്പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് നീ കാവൽ നിൽക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ, ഇടപാടുകൾ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ ഖൈറും ബറക്കത്തും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നിന്റെ ബറക്കത്തില്ലാത്ത സമ്പാദ്യം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. നിന്റെ ബറക്കത്തുള്ള സമ്പാദ്യം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ വളർത്തണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഖുർറത്ത് അയ്യുൻ, കൺകുളിർമയുള്ള മക്കളും കുടുംബവുമായി ഞങ്ങളെ കുടുംബത്തെയും മക്കളെയും നീ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ സന്താനങ്ങളിൽ നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ലോകത്ത് നിന്റെ ദീനിൻ്റെ ഇഖാമത്തിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, അവർക്ക് ഇസ്സത്തും ഇസ്തിഖാമത്തും സബറും കൺകുളിർമയുള്ള വിജയവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലമത്രയും നിന്റെ കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ وجعلنا للمتقين إماما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وغلبة الدين وقهر الرجال. اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا من الديون والمظالم والنار. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وضياء أمورنا. اللهم اجعل القرآن شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعز الإسلام والمسلمين واذل الظلم والظالمين. اللهم ابرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المسلمين في غزة. اللهم انصر إخواننا في كل مكان. اللهم عجل بنصرهم يا قوي يا قهار. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا كاملا. اللهم يا منقذ موسى من فرعون ويا منقذ يونس من بطن الحوت، اللهم انقذ بلاد المسلمين من أيدي اليهود المعتدين. اللهم احفظ المسجد الأقصى من أيدي اليهود الظالمين. اللهم احفظ المسجد الأقصى من أيدي اليهود المعتدين. اللهم ربنا تقبل دعاءنا وصيامنا وصلاتنا وسائر أعمالنا وركوعنا وسجودنا وصدقاتنا يا سميع الدعاء. اللهم إنا نسألك خير المسألة وخير الدعاء وخير النجاح وخير العلم والعمل، وثبتنا في دينك وثقل موازيننا وحقق إيماننا وارفع درجاتنا وتقبل صلاتنا وصيامنا وسائر أعمالنا بالتقوى. اللهم إنا نسألك العلا من الجنة ونعوذ بك من عذاب القبر ومن عذاب النار ونعوذ بك من عذاب القبر ومن عذاب النار. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.